സഹൃദയരെ, അടുത്തായി വേദിയിൽ ഡെമോൺസ്ട്രേഷൻ പ്രോബ്ലം ഏതാണ്? 6 ആണ്. ഇറ്റ്സ് വെരി നൈസ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചോദിച്ചാൽ, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഇൻട്രൊഡക്ഷനിൽ 2 ഡിവിഷനെ മെഷർ ചെയ്യണം, എ ഉണ്ട് ബി ഉണ്ട്. ആദ്യം അവർ ചോദിക്കുന്നത് ROI വെച്ചിട്ട് മെഷർ ചെയ്യാൻ പറയുന്നുണ്ട്. പിന്നെ അവർ ഏത് പറയുന്നുണ്ട്? റെസിജ്വൽ ഇൻകം വെച്ചിട്ടും പറയുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഒരുമിച്ച് വായിക്കാം. ഏതൊക്കെയാണ് ഡിവിഷൻസ്? എ, ബി. അവരുടെ ഓപ്പറേറ്റിംഗ് അസറ്റ് 50 ലാഖും പിന്നെ എത്രയാണ്? 1,25,00,000 അല്ലെങ്കിൽ 125 lakhs. ദെൻ ഓപ്പറേറ്റിംഗ് ഇൻകം എത്ര? 10 lakh, 22,50,000. ROE ബെറ്റർ ആരാണ്? എ ആണോ ബി ആണോ? എ ആണ്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസറായി. എന്താ? ബേസ്ഡ് ഓൺ ROE, division A is better because it gives rupees 0.20 return for എത്രയാണ്? 1 rupee. 1 റുപ്യക്ക് എത്രയാണ്? 20 പൈസ. മറ്റേ എത്ര? 1 റുപ്യക്ക് എത്ര ഉള്ളൂ? മനസ്സിലായില്ലേ? ഈ 18% നമ്മൾ എന്തെഴുതി? ഡെസിമലിൽ റെപ്രസെൻറ്റ് ചെയ്തു, അത്ര മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് എഴുതണ്ടേ? ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ ഒന്നാമത്തെ ആൻസറായി. എഴുതിയാലോ? ഒന്നാ എഴുതിക്കോളൂ. 6 ഫോർ നമ്പർ 1-നാട്ടോ ആൻസർ. നമ്പർ 1-നാണ്. ഡിവിഷൻ എ ഈസ് മോർ സക്സസ്ഫുൾ ഡിവിഷൻ. ഡിവിഷൻ എ ഈസ് മോർ സക്സസ്ഫുൾ ഡിവിഷൻ സിൻസ്. ഇതിൻ്റെ കാരണം എന്താ? ഇറ്റ് ഗിവ്സ് ഹയർ ROI. കുട്ടി എന്താ കാൽക്കുലേറ്ററിൽ തിയറി ഉള്ള സാധനമാണ്. അടുത്ത എനിക്കറിയാം, ആള് ടാലന്റഡാ. ഗിവ് ഹയർ ROI കമ്പയർഡ് ടു ഡിവിഷൻ ആരാ? ബി. compared to division B. ഫുൾ സ്റ്റോപ്പ്. ഇനി അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞും കൂടെ എഴുതാം. റിട്ടേൺ ഓഫ് ആരുടെ? എ ഈസ്. റിട്ടേൺ ഓഫ് എ ഈസ് 0.20 for each റുപ്പി ഇൻവെസ്റ്റഡ്. എന്തുമാ ക്ലാസ്സിലാ? ഞാൻ വിളിച്ചില്ല, പറ്റിയില്ല. റിട്ടേൺ ഓൺ എ ഈസ് 0.20 ഫോർ ഈച്ച് 1 റുപ്പി. അങ്ങനല്ലേ ഞാൻ പറഞ്ഞ്? ഈച്ച് റുപ്പിയ മതി. ഈച്ച് റുപ്പി ഇൻവെസ്റ്റഡ്. റുപ്പി ഇൻവെസ്റ്റഡ് 1 എന്ന് വേണ്ട. ഈച്ച് റുപ്പി പറഞ്ഞ 1 റുപ്യ എന്നല്ലേ? ഈച്ച് റുപ്പി ഇൻവെസ്റ്റ്, ആ ഒരു പൈസ. ബട്ട് അറ്റ് ദ സെയിം ടൈം നിങ്ങൾ പറയും ആരാഞ്ഞ്? ബി ഗിവ്സ് ഓൺലി എത്രയേ ഉള്ളൂ? 0.18 ഫോർ ഈച്ച് റുപ്പി ഇൻവെസ്റ്റഡ്. 0.18 ഫോർ ഈച്ച് റുപ്പി ഇൻവെസ്റ്റഡ്. ഓക്കെ അല്ലേ? അടുത്തതായി നമുക്ക് ഏത് ചെയ്യാം? സെക്കൻഡ് പാർട്ട് ചെയ്യാം. സെക്കൻഡ് പാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ത് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്? റെസിജ്വൽ ഇൻകം ഫോർ ഈച്ച് ഡിവിഷൻ. എന്നിട്ട് ചോദിക്കേണ്ടത് വിച്ച് ഡിവിഷൻ ഈസ് മോർ സക്സസ്ഫുൾ അണ്ടർ ദിസ് റേറ്റ്. അപ്പം നിങ്ങൾ ഇത് കാണില്ല, നിങ്ങൾ എന്ത് കാണും? റെസിജ്വൽ ഇൻകം കണ്ട് ഓടിപ്പോവും. ഓക്കെ അല്ലേ? അപ്പോഴാണ് മാർക്ക്. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എത്ര 60 കാണാറില്ലേ? ആ പോകുന്നത് ഇതൊക്കെ ആവും. അത് അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ എന്ത് പറയുന്നത്? വെരിഫൈഡ് ആൻസർ ഷീറ്റ് മേടിക്കാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, പ്രത്യേകിച്ച് 3-4 തവണയൊക്കെ എഴുതിയവരാണെങ്കിൽ എന്ത് ചെയ്യാം? ഒന്ന് മേടിച്ച് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് തിരിച്ചറിഞ്ഞിട്ട് അത് തിരുത്താൻ പറ്റും. പറയാം, നിങ്ങൾ പഠിക്കണതിലൊന്നും യാതൊരു മാറ്റം വരുത്തേണ്ടി വരില്ല. എക്സാമിന് അപ്രോച്ച് ചെയ്യുന്ന ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ, അത് മാത്രം മതി. ആ ഒരു നോളജ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യും? പാസ്സാവും.
യെസ്. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ കൺജസ്റ്റഡ് ആക്കണ്ട, നമുക്കൊരു പണിയാം, വേറെ ടേബിളാക്കാം. ഓക്കെ അല്ലേ? 2 ഉണ്ട്. അപ്പോൾ 2 ഇങ്ങനെ ഇക്വേഷൻ എഴുതി പോണ്ട. ഇത്തരം സാഹചര്യം വന്നാൽ എന്ത് ചെയ്യാം? 2 ടേബിൾ പ്രൊവൈഡ് ചെയ്യാം, പെട്ടെന്ന് കഴിയും. ഇന്നലെ നമ്മൾ ചെയ്തിരുന്നില്ലേ ഇത് കാണുമ്പോൾ ഡ്യൂ പോണ്ട് ഏതൊക്കെ ഡിവിഷൻ ഏതുണ്ട്? എ ഉണ്ട്. നമ്മുടെ മൊഡ്യൂളിൻ്റെ പേരിന് എന്താ? ഡിവിഷണൽ പെർഫോമൻസാണ്. ഏത് ടൂൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്? ROE. പിന്നെ അപ്പോൾ ഇവിടെ ഇപ്പം നമ്മൾ എന്താ കാണാൻ പോകുന്നത്? റെസിജ്വൽ ഇൻകം. ഓക്കെ അല്ലേ? RI എന്ന് ഷോർട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റും. ക്ലിയർ? ഓക്കെ. എങ്ങനെ മനസ്സിലായി? ക്വസ്റ്റ്യനിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, ടെക്സ്റ്റിലൊക്കെ ഉണ്ട്. RI. ഓക്കെ അല്ലേ? അപ്പോൾ എന്താണ് പറയുക? RI. ഇനിയിപ്പോൾ അങ്ങനെ വേണമെന്നല്ല, ROI എന്താണ് വളരെ പോപ്പുലർ സാധനം. ഓക്കെ, ഇനി RIയുടെ കാര്യത്തിൽ ഇനി സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോ? ഫുള്ളായിട്ട് എഴുതിക്കും. എങ്ങാനും ഇനിയിപ്പോൾ അവർ തന്നില്ലെങ്കിലോ പറയാൻ പറ്റില്ല, ഫുള്ളായിട്ട് എഴുതിക്കും. റെസിജ്വൽ ഇൻകം RI. അതന്നെ, താങ്ക് യു സാർ. ഇതേ RI കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഓപ്പറേറ്റിംഗ് ഇൻകം മൈനസ് മിനിമം എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. നിങ്ങൾ ഒരുമിച്ച് ചെയ്യണ്ട ഇങ്ങനെ. അത് ഞാൻ ഇന്നിപ്പം ചെയ്തതാണ്. അപ്പോൾ ഇതിൽ ഇനി ഓരോ കോമ്പണൻറ്റും നമുക്ക് എന്ത് ചെയ്യാം? വർക്കിംഗ് നോട്ടായിട്ട് സെറ്റ് ചെയ്യാം. വർക്കിംഗ് നോട്ട് നമ്പർ 1 ഓപ്പറേറ്റിംഗ് തന്നിട്ടുണ്ടോ? തന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ വർക്കിംഗ് നോട്ട് നമ്പർ വേണ്ട, അതിന് വേണ്ട. ആ ഓപ്പറേറ്റിംഗ് ഇൻകം മുകളിൽ എഴുതല്ലേ? എത്രയാണ്? 10 lakh. എക്സ്ക്യൂസ് മീ, ശ്രദ്ധിച്ചിരിക്കാം. ചെയ്യേണ്ട ഞാൻ പറഞ്ഞല്ലോ. മൈനസ് അപ്പുറത്ത് എത്രയാണ്? 22,50,000. അപ്പോൾ ഒരു കോമ്പണൻറ്റ് കിട്ടി. അടുത്തേതാ? മിനിമം റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഇതൊക്കെ വേണ്ട, അങ്ങനെ വേണ്ട. അതൊക്കെ മിനിമം റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റിന് വർക്കിംഗ് നോട്ട് നമ്പർ ഏതാണ്? 1 എന്ന് ഇവിടെ എന്ത് ചെയ്യാം? കോഡ് ചെയ്യാം. അപ്പോൾ എന്ത് കാണാൻ പോകുമ്പോൾ പറയും? മിനിമം റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ അല്ലേ? ഇൻവെസ്റ്റ്മെൻറ്റ് പറയുമ്പോൾ അസെറ്റ്. ഇനി അതിൽ കുറച്ച് വെറൈറ്റി കാര്യങ്ങളൊക്കെ പറയണ്ട അസെറ്റിൻ്റെ ഒക്കെ. അത് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഞാൻ പറയാം ഏതൊക്കെ ചില അസറ്റുകൾ എന്ത് ചെയ്യണം, ഒഴിവാക്കണം എന്നുള്ളതൊക്കെ. ഇത് കാണാനുള്ള ഇക്വേഷൻ എന്താ? ഇൻവെസ്റ്റ്മെൻറ്റ്. അല്ലെങ്കിൽ ഏതാ ഇവിടെ എന്താ തന്നുള്ള ക്വസ്റ്റ്യൻ? അസെറ്റ് എന്ന് പറഞ്ഞിട്ടാണ്. ആണ് എന്താ? ഓപ്പറേറ്റിംഗ് അസെറ്റ്. അപ്പോൾ അങ്ങനെ തന്നെ എഴുതിക്കും. എന്താ? ഓപ്പറേറ്റിംഗ് അസെറ്റ്. അത് തന്നെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലേ? അത് തന്നെയാണ് എന്ത്? ഇൻവെസ്റ്റ്മെൻറ്റ്. അതിൻ്റെ എത്ര ശതമാനമാണ് മിനിമം? താഴത്ത് വേറെ തന്നുണ്ട്. 20 അല്ല, അടിയിലുണ്ട്. യൂസിങ് ഏതാ? 16% ആസ് മിനിമം റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ. 20 പറഞ്ഞാൽ അവർക്കിപ്പോൾ നിലവിൽ കിട്ടുന്ന ROE ആണ് പറഞ്ഞത്. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? 20യുടെ ഒരു കഥ പറയട്ടെ. നിങ്ങളുടെ കയ്യിൽ ഓപ്പറേറ്റിംഗ് ഇൻകം 10 ലക്ഷം അല്ലേ? അല്ലേ? ഓപ്പറേറ്റിംഗ് അസറ്റ് എത്ര ഉള്ളത്? 50 ലക്ഷം. 10 ലക്ഷം ഡിവൈഡ് ബൈ 50 ലക്ഷം അടിച്ചു. 10 ലക്ഷം ഡിവൈഡ് ബൈ 50 ലക്ഷം ഇൻറ്റു ഉണ്ട്. ഇൻറ്റു 100. എത്ര പെർസെൻറ്റേജ്? 20%. അപ്പുറത്ത് 22,50,000 ഡിവൈഡ് ബൈ 125 lakh അടിച്ചേ ഇൻറ്റു 100. ഓക്കെ അല്ലേ? 18 അല്ലേ? മനസ്സിലായ? അപ്പോൾ നിലവിലുള്ള ROE ആണ് അത് തന്നിട്ടുള്ളത്. അതല്ല ഇത് മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ. മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ, റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ താഴെ 16% തന്നിട്ടുണ്ട്. അപ്പോൾ കാണാം. അപ്പോൾ ഓപ്പറേറ്റിംഗ് അസറ്റിൻ്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യണം? ഇൻറ്റു മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ. ഓക്കെ അല്ലേ? എയുടെ ഓപ്പറേറ്റിംഗ് അസറ്റ് എത്ര ഉള്ളത്? 50 lakh അല്ലേ? അപ്പോൾ 50 lakh അങ്ങനെ ഇൻറ്റു എത്രയാണ്? 16%. എത്ര വരും? 18 lakh. 8 lakh. ഓക്കെ, അടുത്തത് എത്രയാണ്? 1,25 lakhs ഇൻറ്റു എത്രയാണ്? 16%. 20 ലക്ഷം. 20 lakhs. അപ്പോൾ ആയി അല്ലേ? മിനിമം റിട്ടേൺ മുകളിൽ കൊണ്ടിട്ട് എഴുതാം. ഇവിടെ എത്രയാ? 8 lakh. ഷോർട്ടാക്കുന്നു ഞാൻ. ഇവിടെ എത്രയാ? 20 lakh. അപ്പോൾ 10 ലക്ഷം 8 ലക്ഷം പോലെ 2 ലക്ഷമാണ് ആരുടെ? എയുടെ ഏത് വരാം? റെസിജ്വൽ ഇൻകം വരാം. ഇവിടെ 22,20,000. അപ്പോൾ 2,50,000. ദിസ് ഈസ് വാട്ട് ഈസ് ദ
മെയിൻ ആൻസർ. ഇത് മാത്രം എഴുതിയിട്ട് കാര്യമില്ല, ഒരു നോട്ടും കൂടെ എന്താണ് എഴുതണം. എന്താ പറയുന്നത്, ഇങ്ങനെ ചോദിക്കും വിച്ച് ഡിവിഷൻ ഈസ് മോർ സക്സസ്ഫുൾ കമ്പനി. സിമ്പിളായിട്ട് എഴുതിയത് ഏതാ ഡിവിഷൻ. ആരാ, എ ആണോ ബി ആണോ? ബി ഈസ് മോസ്റ്റ് സക്സസ്ഫുൾ കമ്പനി. ഓക്കെ അല്ലേ? അങ്ങനെ എഴുതി വെക്കാനുള്ള അല്ലേ, സിമ്പിളാണ്. ശരി.